നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകകപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമായതോടെ എങ്ങും ആവേശമാണ്. ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രാൻസ്. ഗോളടിച്ച് മികവ് തുടരുകയാണ് എംബാപ്പെ. ടൂർണമെന്റിലെ 8ാമത്തെ ഗോൾ, ലോകകപ്പിലാകെയുള്ള 20ാമത്തെ ഗോൾ. ആവേശം നെഞ്ചേറ്റുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആരാധകർ. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്, നമുക്ക് എല്ലാ വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ. ഫ്രാൻസിന്റെ ജയം എതിരില്ലാത്ത 2 ഗോളിന്. 8ാം ഗോളുമായി എംബാപ്പെ. സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികൾ. മത്സരം രാത്രി 12:30. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായ 2 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരും. കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇന്ന് വയനാട്ടിലെത്തും. തുരങ്കപാത നിർമ്മാണം തുടരണോ എന്ന കാര്യം പഠിക്കാനുള്ള വിദഗ്ധ സമിതിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കോഴിക്കോട് ജില്ലകളിലെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂം തകർന്നതിനെ തുടർന്ന് തകരാറിലായ റെയിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ വൈകും. പല ട്രെയിനുകളും വൈകുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. വിഴിഞ്ഞ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഇ പി ജയരാജന്റെ നടപടിയിൽ വെട്ടിലായി CPM നേതൃത്വം. പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇ പി ജയരാജനും കെ ശൈലജയും പ്രതികരിച്ചതിൽ CPM നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി. CPM-ൽ ഉണ്ടാകുന്ന ചേരിതിരിവിൽ ഇടതുമുന്നണിയിലും ആശയക്കുഴപ്പം. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് നിർണായക ചർച്ച. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും കമ്പനി പ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം കൊച്ചിയിൽ. അനുകൂല നിലപാടിൽ പ്രതീക്ഷയർപ്പിച്ച് പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ വിവാദ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയ വകുപ്പ് സെക്രട്ടറി ബിജു ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കോടതി ലക്ഷ്യ കേസിൽ ഹാജരാകുന്നത് സിംഗിൾ ബെഞ്ച് രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് മാപ്പപേക്ഷ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ. കോടതി നിലപാട് സർക്കാരിന് നിർണായകം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് വികാരനിർഭരമായി വിട നൽകി ഇറാൻ. ജന്മനാടായ മഷദിൽ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായത് 10,000. ഇറാനെതിരായ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ പങ്കില്ല എന്ന് അമേരിക്ക. ശക്തമായ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ ജയം. 2ാം പകുതിയിൽ കിലിയൻ എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബലെയുടെയും ഗോളുകളാണ് ഫ്രാൻസിന് ജയം സമ്മാനിച്ചത്. കഴിഞ്ഞ ലോകകപ്പിലെ തനിയാവർത്തനം. 2022 ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോഴും മൊറോക്കോയുടെ അവസ്ഥ ഇതായിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രഞ്ച് പടയോട്ടം തുടരുമ്പോൾ സെമി ഫൈനൽ എന്ന മൊറോക്കൻ സംഘത്തിന്റെ സ്വപ്നമാണ് ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ന് പൊലിഞ്ഞത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ച ഫ്രാൻസ് മൊറോക്കൻ പ്രതിരോധത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആദ്യ പകുതിയിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി ഉൾപ്പെടെയുള്ള ഷോട്ടുകൾ തടുത്തിട്ട ഗോൾ കീപ്പർ യാസിൻ ബൂണോയാണ് മൊറോക്കയെ രക്ഷിച്ചത്. 2ാം പകുതിയിൽ ഫ്രഞ്ച് താരങ്ങളുടെ തനത് ശൈലി പുറത്തെടുത്തതോടെ മൊറോക്കൻ പ്രതിരോധ നിര പതറി. ഇതോടെ 6 മിനിറ്റുകളുടെ ഇടവേളയിൽ 2 ഗോളുകൾ പിറന്നു. 60ാം മിനിറ്റിൽ മനോഹരമായൊരു ഷോട്ടിലൂടെ എംബാപ്പെ ഫ്രാൻസിനായി അക്കൗണ്ട് തുറന്നു. ആ ആവേശം കെട്ടടങ്ങും മുൻപേ 66ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലെയും ബോക്സിന് പുറത്തു നിന്നുള്ള തകർപ്പൻ ഷോട്ടിലൂടെ ഫ്രാൻസിന്റെ ലീഡ് ഉയർത്തി. ഫ്രഞ്ച് മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിൽ മൊറോക്കോ ഗോൾ കീപ്പർ യാസിൻ ബൂണോ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ജയത്തോടെ തുടർച്ചയായ 3 ലോകകപ്പുകളിൽ സെമി ഫൈനലിൽ എത്തുന്ന 3ാമത്തെ ടീമായി ഫ്രാൻസ്. 2ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിൽ എത്തുന്നത്. 60ാം മിനിറ്റിൽ ഗോൾ നേടിയ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് ലോകകപ്പ് കരിയറിലെ ഗോളുകളുടെ എണ്ണം ഇതോടെ 20ആയി. അർജന്റീനയുടെ ലയണൽ മെസ്സിക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് എംബാപ്പെ. സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികളാകും സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. അവിടെ ഇന്നലെ കളി നടന്നപ്പോൾ ഇവിടെ ഇങ്ങ് കേരളത്തിൽ മഴയായിരുന്നു. മഴ പെയ്തിട്ടൊന്നും ആവേശത്തിന് ഒരു കുറവുമുണ്ടായില്ല. ഫ്രാൻസിന്റെ ഓരോ മുന്നേറ്റത്തിനും ആർപ്പ് വിളികളുമായി തിരുവനന്തപുരത്തെ ഫുട്ബോൾ പ്രേമികൾ ആവേശം നിറച്ചു. മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളിന് കീഴടക്കി ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ മഴയെപ്പോലും അവഗണിച്ച് വലിയ സ്ക്രീനുകൾക്ക് മുന്നിൽ ഒത്തുകൂടിയ ആരാധകർ ഓരോ നിമിഷവും ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഫിഫ വേൾഡ് കപ്പിൽ മൊറോക്കോയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം കാണുന്നതിനായിട്ട് നിരവധി ആളുകൾ എത്തിയിരുന്നു. മഴ അല്പം ഈ കാണികൾക്ക് ഒരു ആസ്വാദനത്തിന് തടസ്സം നിന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ കാണികൾ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഈ മഴയിലെ ഒരു തടസ്സം അതൊന്നും കണക്കാക്കാതെ ഈ മത്സരം കാണുകയും ചെയ്തിരുന്നു. ഏതായാലും ഫ്രാൻസ് വിജയിച്ചിരിക്കുകയാണ്. നിരവധി പേർ മറ്റ് മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുലർച്ചെയായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ തിരക്കിന് ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ തന്നെയും മത്സരം വലിയ രീതിയിൽ ആസ്വദിക്കുന്ന തരത്തിൽ തന്നെയാണ് ആളുകൾ ഏതായാലും നിലവിൽ നടത്തിയിട്ടുള്ളത്. ഈ മത്സരം കാണാൻ എത്തിയവരാണോ? ഏതിൻ്റെ ഫാനാണ്? അങ്ങനെ ഏതെങ്കിലും ടീമിൻ്റെ ഫാനാണോ? ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷേ ഈ കളിയിൽ ഫ്രാൻസിന്റെ ഫാനായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കളിയായിരുന്നു. ഏതായാലും ഇതിൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. സന്തോഷം. അതെ, ഈ വളരെ പുലർച്ചെയാണ് മത്സരം നടന്നത്. അപ്പോൾ കാണാൻ എന്തുകൊണ്ടാണ് വന്നത്? അത് വളരെ ആകാംക്ഷയുള്ളൊരു മത്സരമായതുകൊണ്ട്. നാളെ ജോലിക്ക് പോകാനോ പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടെ? നാളേക്ക് മോഡൽ എക്സാമാണ്. പക്ഷെ കളി 4 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ. മോഡൽ എക്സാം അടുത്ത വർഷം ഉണ്ടല്ലോ എന്നാണോ? മോഡൽ എക്സാം കുഴപ്പമില്ല. മിസ്സായി പോയ നല്ല കളിയാണെങ്കിൽ പിറ്റേന്ന് എണീക്കുമ്പോൾ വിഷമമാവും. അപ്പം ഒന്നും മിസ്സാക്കാന്നില്ല. സൺഡേ അർജന്റീനയുടെ കളിയുണ്ട്, അതും കാണാൻ? ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും അത്തരത്തിൽ മോഡൽ എക്സാം ഒക്കെ മാറ്റി വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ മോഡൽ എക്സാം നാളെ നടക്കാനിരിക്കുകയാണ്. എന്നാലും ആ കളിയുടെ ആവേശത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഫ്രാൻസ് ആണ് ഈ മത്സരത്തിൽ വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിന്റെ ഒരു ആരാധികയാണ്, കൊച്ചാരാധിക എത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ആരാധികയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കളിയായിരുന്നു. നല്ല കളിയായിരുന്നു. പ്രതീക്ഷിച്ചതാണോ ഫ്രാൻസ് ജയിക്കുമെന്ന്? 2 ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ. പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ സന്തോഷമായി? പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർവചനമൊക്കെ അപ്പോൾ പ്രവചിച്ച ആളാണ്. അതെ. അപ്പൊ ഇനി ഈ കപ്പ് ഫ്രാൻസ് അടിക്കും? ഫ്രാൻസെ കൊണ്ടുപോകൂ, ഉറപ്പാണ്. അർജന്റീനയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. അത് ലാസ്റ്റ് അവർ തന്നെ പൊക്കോളും. ഫ്രാൻസ് എന്തായാലും ജയിക്കും. ഫ്രാൻസ് ജയിക്കുന്ന ഉറപ്പാണ്. ഫ്രാൻസിന്റെ അപ്പൊ മോളാണോ? ആ, ഫ്രാൻസിന്റെ കുടുംബ ആരാധകരാണ്. കുടുംബം മൊത്തം ഫ്രാൻസിന്റെ ആരാധകരാണ്. കട്ട ഫാനാണ് നമ്മള്. എംബാപ്പ, ക്ലീൻ എംബാപ്പയുടെ ഫാനാണ്. ഈ പ്രാവശ്യം എംബാപ്പ ലോകകപ്പ് കൊണ്ടുപോകും, അത് ഉറപ്പിച്ച കാര്യമാണ്. നമുക്ക് അർജന്റീന നമുക്ക് കിട്ടേണ്ടത്, ആ ടീമിന് നമ്മളെ കൈ കിട്ടണം. മെസ്സിയുടെ നെഞ്ചിനെ അടിച്ചു പൊളക്കും എംബാപ്പ. കഴിഞ്ഞ പ്രാവശ്യം കപ്പ് കൊണ്ട് അതിൻ്റെ വാശി നമുക്കുണ്ട്. ഈ പ്രാവശ്യം ഫ്രാൻസ് കൊണ്ടുവരിക്കും. ഇത് ചലഞ്ചാണ്, ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ലോകകപ്പ് ഇത്തവണ ഫ്രാൻസ് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ആരാധകർ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ സെമിയിൽ ആരായിരിക്കും ഫ്രാൻസിന്റെ എതിരാളികൾ എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് ഇന്നറിയാൻ പറ്റും. കാരണം ലോകകപ്പ് 2ാം ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ ഇന്നാണ് മത്സരം നടക്കുന്നത്. രാത്രി 12:30-ക്കാണ് മത്സരം. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ 6 മത്സരങ്ങളിലും ഗോൾ വഴങ്ങാത്ത ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്ന ആദ്യ പുരുഷ ടീം എന്ന റെക്കോർഡുമായിട്ടാണ് സ്പെയിൻ ക്വാർട്ടറിലെത്തിയിരിക്കുന്നത്. 2010 ലോകകപ്പ് കിരീടമുയർത്തിയ സ്പെയിൻ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം മുതലുള്ള കഴിഞ്ഞ 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഗോൾ വഴങ്ങിയിട്ടില്ല എന്നത് അവരുടെ പ്രതിരോധ കരുത്തിൻ്റെ തെളിവാണ്. കരുത്തരായ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ക്വാർട്ടറിൽ കടന്നത്. തുടർച്ചയായി 6 ലോകകപ്പ് മത്സരങ്ങളാണ് സ്പെയിൻ 1 ഗോൾ പോലും വഴങ്ങാതെ പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 609 മത്സര മിനിറ്റുകളിലായി ഒരു താരത്തിന് പോലും സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോണിനെ മറികടന്ന് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. 1990-ൽ ഇറ്റലിയും 2006-10 കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡും സ്ഥാപിച്ച 5 ക്ലീൻ ഷീറ്റ് മത്സരങ്ങളുടെ റെക്കോർഡാണ് സ്പെയിൻ തിരുത്തിയത്. ഇത്തവണ ലോകകപ്പിൽ കേപ്പ് വെർദെയുമായി ഗോൾ രഹിത സമനിലയോടെ തുടങ്ങിയ സ്പെയിൻ പിന്നീട് സൗദി അറേബ്യയെ 4-0-നും ഉറുഗ്വയെ 1-0-നും പരാജയപ്പെടുത്തി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ 3-0-ന് തോൽപ്പിച്ചതോടെ സ്പെയിൻ 5ാം ക്ലീൻ ഷീറ്റ് പൂർത്തിയാക്കി. ഒടുവിൽ പോർച്ചുഗലിനെതിരായ വിജയത്തോടെ 6 മത്സരങ്ങൾ എന്ന ലോകകപ്പ് റെക്കോർഡും സ്വന്തം. രാത്രി 12:30-നാണ് സ്പെയിൻ ബെൽജിയത്തെ നേരിടുന്നത്. മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തകർത്ത് 2018-ൽ 3ാം സ്ഥാനവും 1986-ൽ മെക്സിക്കൻ ലോകകപ്പിൽ 4ാം സ്ഥാനവും നേടിയിട്ടുള്ള ബെൽജിയത്തെ ഇപ്പോൾ അവഗണിക്കാനാവില്ല. റൗണ്ട് ഓഫ് 32-ൽ സെനഗലിനെതിരെ 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റിയും ഗോളാക്കി പ്രീ ക്വാർട്ടറിൽ കടന്ന ബെൽജിയം കളിക്കളത്തിലെ പടക്കുതിരയാണ്. അതിനുശേഷം USA 1-4 ഗോളുകൾക്ക് തകർത്താണ് ക്വാർട്ടറിലേക്ക് ഇരച്ചു കയറിയത്. തുടക്കത്തിൽ പതറിയെങ്കിലും നോക്കൌട്ട് ഘട്ടം മുതൽ ബെൽജിയം മികച്ച ഫോമിലാണ്. ഇതുവരെ 22 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിനാണ് മുൻതൂക്കം. 1986-ലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ
സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചതിന്റെ കണക്കുകളുമായി ബെൽജിയം ഇറങ്ങുമ്പോൾ തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരാൻ സ്പെയിൻ പടയും തയ്യാറാണ്. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. നമ്മുടെ കേരളത്തിൽ ആകെ അങ്ങ് ആവേശമാണ്. എന്തായാലും ലോക ഫുട്ബോൾ ആവേശം ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വഴിമാറുമ്പോൾ കേരളത്തിലെ ആരാധകരെ കാത്തിരിക്കുന്ന നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട പല വമ്പൻ ടീമുകളും ഇതിനകം പുറത്തായി എങ്കിലും മലയാളി ആരാധകരുടെ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. പുതിയ ടീമുകളെ നെഞ്ചേറ്റി ഫൈനൽ വരെ കളം നിറയാൻ തന്നെയാണ് ആരാധകരുടെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണന്തിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫിഫ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വലിയ വമ്പൻ ടീമുകളൊക്കെ മാറിക്കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്താണ് അടുത്ത ഭാവി എന്തായിരിക്കും? ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുക? കപ്പ് അർജന്റീന ബുക്കും ഫ്രാൻസാണ് പൊക്കുന്നത്. ബിക്കോസ് അവർക്ക് ഇപ്പൊ നല്ല അറ്റാക്ക് ഉണ്ട്. ഒലീസ, എംബാപ്പെ, ഡെംബെലെ ഇവരൊക്കെ നല്ല സൂപ്പർ സ്റ്റാർസ് ആണ്. ഡെപ്ത് ഉണ്ട്. അത് നല്ല ടീമുമാണ്. അവര് ഫൈനലിൽ കയറി എടുക്കണമെന്നാണ് ആഗ്രഹം. ഇതിപ്പം ബ്രസീൽ പോയി, പോർച്ചുഗൽ പോയി. ഇപ്പം അവരൊക്കെ ആ ഫാൻസുകാരൊക്കെ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങള് പോർച്ചുഗൽ ഫാൻസൊക്കെ ഫ്രാൻസിന്റെ കൂടെ ആയിരിക്കും. എംബാപ്പെ ഫാനായുണ്ട് ഫ്രാൻസിന്റെ കൂടെ ആയിരിക്കും. പിന്നെ അർജന്റീന ഫാൻസ്. ഞാൻ പോർച്ചുഗല. ഏറ്റവും കൂടുതൽ ജയിക്കണമെന്നാഗ്രഹിക്കുന്നത് പോർച്ചുഗലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നടന്നില്ല. അത് ഇപ്പോ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഫ്രാൻസ് ജയിക്കണമെന്ന് തന്നെയാണ്. സെയിം തിങ്, ഫ്രാൻസ് ജയിക്കാൻ. ഈ മത്സരം ഇപ്പം ഇനിയിപ്പോ അടുത്തില്ല. ഇനി ഏതാണ്ട് 8 ടീമുകളാണ് ഉള്ളത്. അപ്പൊ അവരില് ഇനിയിപ്പോ അടുത്ത മത്സരത്തിലൊക്കെ എന്തായിരിക്കും? അടുത്ത ഏത് മത്സരം? ഇന്നുണ്ട്, നാളെ ഉണ്ട്. ഫ്രാൻസും മൊറോക്കോയും ഫ്രാൻസ് ജയിക്കത്തേ ഉള്ളൂ. അത് നല്ല ഫോമിലാണ്. ഇംഗ്ലണ്ടും നോർവേയും ഇംഗ്ലണ്ട് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. നല്ല ടീമൊക്കെയാണ്. ഫൈനലിൽ ആരൊക്കെ വരും? ഒന്നീ ഫ്രാൻസ് വരും, അർജന്റീന വരും, നോർവേ വരും. പിന്നെ ചിലപ്പോ രണ്ടുപേര് പിന്നെയും 2022 പോലെ അർജന്റീന ഫ്രാൻസും വരുന്നതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എംബാപ്പെ ഒരു ഹാട്രിക് അടിച്ചിട്ടേ പോത്തുള്ളൂ. മെസ്സി നമുക്ക് നോക്കാം. ടീം അത്ര ഫോമിലല്ലെന്നേ പറയത്തുള്ളൂ. ഡിഫൻസ് ആണെങ്കിലും കുറച്ച് മോശമായി പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി. മറ്റുള്ളവരും ഒരു പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേ പോകത്തുള്ളൂ. മെസ്സി നന്നായിട്ട് കളിച്ചാൽ ജയിക്കും. പക്ഷെ ഫ്രാൻസ് ജയിക്കത്ത് മിക്കാറും. എംബാപ്പെ അത്ര ഫോമില്ല. എംബാപ്പെ ഇല്ലെങ്കിലും ഒലീസ്, ഡെംബലെ രണ്ടുപേരുണ്ട്. അവരുടെ ഡിഫൻസ് എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഫ്രാൻസിനാ ചാൻസ് ഉള്ളൂ. ഇവിടുത്തെ ഇപ്പം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏത് ടീമിനാ? അങ്ങനെ പോർച്ചുഗൽ, അർജന്റീന. നമ്മൾ കുറച്ച് പോർച്ചുഗലേ പറയുന്നത്. പോർച്ചുഗൽ എന്തായാലും മാറി. അപ്പൊ ഈ പോർച്ചുഗലുകാരെല്ലാരും കൂടെ ഫ്രാൻസിലേക്ക് മാറിയല്ലേ? എംബാപ്പയുടെ ഐഡലാണ് റൊണാൾഡോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊതുവെ അങ്ങനെ നോക്കിപ്പോയതാ. എംബാപ്പെ ജയിച്ചാലും കുഴപ്പമില്ല, മെസ്സി ഒന്നും വരരുതെന്നാണ്. ഒട്ടുമേ കുഴപ്പമില്ല. പക്ഷെ എംബാപ്പെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ബാലൻഡിയോറും ഡെംബലെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എംബാപ്പയ്ക്ക് തന്നെയാണ്. എംബാപ്പയ്ക്ക് ഫ്രാൻസിനൊക്കെ തന്നെ. ഡെംബലിലേക്ക് നല്ല കളിക്കുന്ന ആള്. അവരെന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പം ഈ മറ്റ് ടീമുകളുണ്ടല്ലോ, വേറെ ആരൊക്കെ ഇനിയിപ്പോ കളിക്കാനുള്ളത്? ഈ മൊറോക്കോ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഇംഗ്ലണ്ട്, ബെൽജിയം, സ്പെയിൻ ഇവരെ കിടപ്പുണ്ട്. എന്തായാലും ഫൈനൽ മത്സരത്തിൽ പിന്നെ ഫ്രാൻസ് കൊണ്ടുപോകുന്നതിന്റെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്തായാലും മത്സരം ഏതാണ്ട് ഫൈനലോട് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഫ്രാൻസ് തന്നെ കൊണ്ടുപോകുമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. എന്തായാലും അർജന്റീന ഫാൻസുകാരും കൂടുതലാണ്. പോർച്ചുഗലും ബ്രസീലും ഒക്കെ മാറിയപ്പോഴത്തേന് ആ ഫാൻസുകാരും നേരെ ഫ്രാൻസിലെ ടീമിലേക്ക് മാറിയെന്ന് വേണം പറയാൻ. ക്യാമറമാൻ രതീഷ് മൺവിൽസിനൊപ്പം കണ്ണന്തി, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഫുട്ബോൾ ആവേശത്തിൽ നിന്ന് നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, ആദ്യം തന്നെ അറിയേണ്ടത് വയനാട് കള്ളാടിയിലെ അവിടുത്തെ ഇന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം പലയിടത്തും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിന്നതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അത്ര ത്വരിതഗതിയിൽ നടത്താൻ സാധിച്ചത്. ഇന്നിപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? വയനാട്ടിൽ ഉൾപ്പെടെ ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നേരിയ തോതിൽ മഴയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തിരച്ചിൽ ഇന്ന് 4ാം ദിവസം തുടരുകയാണ്. 2 പേരുടെ മൃതദേഹമാണ് ഇവിടെ നിന്ന് ഇനി ലഭിക്കാനുള്ളത്. ഇന്നലെ 3 പേരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. മൊത്തം 6 പേരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഈ അനുകൂല സാഹചര്യമായതുകൊണ്ട് തന്നെ തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് ടീമുകൾ ഉൾപ്പെടെ നിലവിൽ അവിടെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ 2 പേർ ഈ തൊട്ടടുത്ത് മണ്ണിടിഞ്ഞ
ഇടിഞ്ഞ ഈ മേഖലയിൽ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് JCB ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പ് എടുത്തു മാറ്റിയാണ് ഈ നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളത് തുടരുന്നത്. നമുക്കറിയാം നേരത്തെ ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു, ഈ പുഴവെള്ളം ഉൾപ്പെടെ കനത്ത് കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിലവിൽ തന്നെ തുടരുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും പ്രതീക്ഷയോടെ തന്നെയാണ് ഇവരുടെ മൃതദേഹങ്ങൾക്കായിട്ട് ഇവിടെ തിരച്ചിൽ തുടരുന്നത്. യെല്ലോ അലേർട്ടാണ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരിയ തോതിൽ മഴയുണ്ടാവുമെന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ മുതൽ നേരിയ തോതിലുള്ള മഴയാണ് ലഭിച്ചിരുന്നത്. വയനാടിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കള്ളാടി ഈ തുരങ്കപാത വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനുള്ള ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. അത് തന്നെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് കൊങ്കൺ റെയിൽവേ വിദഗ്ധർ ഇന്ന് ഈ മേഖലയിൽ പരിശോധന നടത്താൻ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെത്തി മണ്ണിന്റെ ഘടന ഉൾപ്പെടെ ഈ മേഖലയിൽ ഈ ഒരു പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ പുതിയൊരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ജിയോളജിസ്റ്റുകൾ ഉണ്ടാവും, അത് തന്നെ വിദഗ്ധ അംഗങ്ങൾ ഉണ്ടാവും. ഇവർ ഈ മേഖലയിൽ തന്നെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കുക. ഒപ്പം തന്നെ തുരങ്കപാതയെ കുറിച്ചുള്ള കൊങ്കൺ റെയിൽവേ വിദഗ്ധർ ഇന്നിവിടെ പരിശോധന തുടരുകയും ചെയ്യും. നമുക്കറിയാം മഴ ശക്തമാവുകയാണ്. ഇന്നലെ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടാണ് വടക്കൻ കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഉൾപ്പെടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്ന നിലവിലെ അവസ്ഥ തുടരുകയാണ്. ചാലിയാറിലാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഈ മേഖലയിൽ മാവൂർ മേഖല ഉൾപ്പെടെ വെള്ളക്കെട്ടാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ഇന്നലെ 13ഓളം കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവരെ ഉൾപ്പെടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ക്യാമ്പുകൾ തുറക്കാൻ സാഹചര്യമാണുള്ളത്. വയനാട് ജില്ലയിൽ ഈ നേരത്തെയുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മേപ്പടി മേഖലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി രേഷ്മ, എന്തായാലും വടക്കൻ കേരളത്തിലൊക്കെ കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായ ജാഗ്രത പാലിക്കണം. ഉത്തരേന്ത്യയിലും സ്ഥിതി മോശമല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തന്നെയാണ്. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. ഗുജറാത്തിലെ സൂറത്തിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24 ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുന്നു. മഴക്കെടുതി എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ്. ഒപ്പം ആളപായവും ഈ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. മുംബൈയിൽ ഇന്നും റെഡ് അലേർട്ട് തുടരുന്നുണ്ട്. ഒപ്പം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ, താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. റോഡ്, റെയിൽ ഗതാഗതം മഹാരാഷ്ട്ര, ഗുജറാത്ത് മേഖലകളിൽ ഏറെ ബാധിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ നിരവധി ട്രെയിനുകൾ, കേരളത്തിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ വഴിതിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി. ഗുജറാത്തിലെ സൂറത്തിൽ മഴക്കെടുതിയിൽ വിവിധ അപകടങ്ങളിൽ മരണം 24 വരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ 16 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടൊപ്പം. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി എന്ന റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി വന്നിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലും ഇത്തരത്തിൽ മഴക്കെടുതിയും ഒപ്പം മേഘവിസ്ഫോടനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ കുളുവിലെ ഗർഷ്വ താഴ്വരയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. അവിടെ പരിശോധന തുടരുകയാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ ഉയർന്ന മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളോടും തീർത്ഥാടകരോടും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം രാത്രിയാത്ര പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലും അടുത്ത 48 മണിക്കൂർ കൂടി മഴ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ മണ്ണിടിഞ്ഞു വീണും വൈദ്യുതാഘാതം ഏറ്റും ഇതുവരെ 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് കനത്ത മഴയെ തുടർന്ന് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ 48 മണിക്കൂർ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ശ്രീജ.
ശരി ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കനത്ത മഴയും മഴക്കെടുതിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളിനി പോകുന്നത് മറ്റൊരു ദുരന്ത വാർത്തയിലേക്കാണ്. ചൈനയിലെ ഷൂ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 28 പേർക്ക് ദാരുണാന്ത്യം. ഫുജിയാൻ പ്രവിശ്യയിലെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന പശയിലും ഷൂ നിർമ്മാണത്തിലുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളിലും തീ പടർന്നതാണ് ദുരന്തത്തിന് കാരണമായത്. കോണിപ്പടികളടക്കം പുറത്തേക്ക് എത്താൻ കഴിയുന്ന വഴികളെല്ലാം അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഇതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. ചൈനയിൽ ഈ വർഷം വ്യവസായ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ അപകടമാണിത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തരവിട്ടു. കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ ഇന്ന് നിർണായക ചർച്ച നടക്കുന്ന ദിവസമാണ്. തൊഴിൽ മന്ത്രിയും കമ്പനി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. അനുകൂല തീരുമാനമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജീവനക്കാർ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ജീവനക്കാർ അവർ വളരെ പ്രതീക്ഷയിലാണ്. കാരണം അവരുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ചർച്ചയിൽ ഒരു സമവായത്തിനെത്താനുള്ള ഒരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ശ്രീജ. തീർച്ചയായും ഇന്ന് 11 മണിക്ക് കളക്ടറേറ്റിലാണ് മന്ത്രിതല ചർച്ച നടക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ഈ കമ്പനി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അവർ പങ്കെടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിലാണ് ഒരു സമവായ ശ്രമങ്ങളിലൂടെ ഇത് പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതനുസരിച്ച് കൂടിയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നേരത്തെ ലേബർ കമ്മീഷണർ അടക്കം ഇന്ന് നടക്കുന്ന ചർച്ച നടക്കുന്നതുകൊണ്ട് ഇന്ന് വരെ ഈ തൽസ്ഥിതി തുടരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കമ്പനിക്ക് അടക്കം നൽകിയിരുന്നത്. പക്ഷേ ഈ കമ്മീഷണറുടെ അടക്കം നിർദ്ദേശങ്ങളെ കമ്പനി നിരാകരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവനക്കാർ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഈ ഓഫീസ് തുറന്നു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജില്ലാ ലേബർ ഓഫീസർമാരാണ് അവിടെ എത്തിയ ജീവനക്കാരുടെ അറ്റൻഡൻസും മറ്റും എടുത്തിട്ടുള്ളത്. അത് കൃത്യമായി നിയമപരമായ ഒരു ഡോക്യുമെന്റ് തന്നെയായിട്ടാണ് ഇപ്പോൾ അത് കണക്കാക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കമ്പനിക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കും. എന്താണ് അവർ വ്യക്തമാക്കുന്നത് എന്ന് കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇത് കൃത്യമായിട്ടൊരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക, കൂടുതൽ സങ്കീർണമാക്കരുത് എന്നൊരു നിലപാടാണ് സർക്കാരിന് നിലവിലുള്ളത്. ജീവനക്കാർ പറയുന്നത് ഈ കോറോ ഹെൽത്തിന്റെ മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്ക് തങ്ങളെ റീപ്ലേസ് ചെയ്യണം, അങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളതാണ് ഈ ജീവനക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കമ്പനി അംഗീകരിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്ന് കളക്ടറേറ്റിൽ വെച്ച് ആണ് ഈ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കും. വിശദമായ ചർച്ചയായിരിക്കും. കമ്പനിക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കും. ഈ വിഷയത്തിൽ കോടതിയിൽ അടക്കം കമ്പനി പോയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഇത് സമവായത്തിൽ തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. എന്തായാലും എല്ലാം കേട്ടതിന് ശേഷമായിരിക്കും ഈ കമ്പനി വഴങ്ങുമോ, ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലൊക്കെ കമ്പനി വഴങ്ങുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് വീണ്ടും പ്രതിഷേധങ്ങളും ഇവിടെ വളരെ ശക്തമാവുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കോറോ ഹെൽത്ത് ഓഫീസിലേക്ക് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് 10 മണിക്കാണ് ഈ പ്രതിഷേധം പറഞ്ഞിരിക്കുന്നത്. 11 മണിക്കാണ് ചർച്ച നടക്കുന്നത്. ശ്രീജ, പ്രതിഷേധങ്ങൾ ഫലം കാണുമോ? എന്തായാലും കോറോ ഹെൽത്തിലെ കൂട്ടപിരിച്ചുവിടലിൽ ഇന്ന് നിർണായക ചർച്ച നടക്കുന്നു. തീരുമാനം എന്താകുമെന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. AT അശ്വതിയാണ് വിവരങ്ങളുമായി ഇപ്പം ചേർന്നത്. നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ EP ജയരാജന്റെ നടപടിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM നേതൃത്വം. പാർട്ടിയുടെ പൊതുനിലപാടിൽ നിന്ന് വ്യത്യസ്തമായി EP ജയരാജനും KK ശൈലജയും പ്രതികരിച്ചതിൽ CPM നേതൃത്വത്തിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. അൻഫിൽ ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അൻഫിൽട്ട്, നമുക്കറിയാം ഈ വിഴിഞ്ഞ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരു ആയുധമായി മുന്നോട്ട് പോകാനൊരുക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും അത് മുന്നണിയെ തന്നെ ബാധിക്കുകയല്ലേ മൊത്തത്തിൽ? തീർച്ചയായും വിഴിഞ്ഞം വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉടലെടുക്കുന്നത്. നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും കനത്ത ആഘാതം, ആ ആഘാതത്തിന് ശേഷം പാർട്ടി അതിൽ നിന്ന് എങ്ങനെ ഈ കനത്ത പരാജയത്തെ തോൽവി അതിജീവിച്ച് മുന്നേറാമെന്നുള്ള ചർച്ചകളൊക്കെ താഴെ തട്ട് മുതൽ നടക്കുകയും വിമർശനങ്ങളും വിലയിരുത്തലും ഒക്കെ നടക്കുമ്പോഴാണ് പ്രതിപക്ഷ നിലയിൽ, അതായത് പുതിയ സർക്കാർ അധികാരമേറ്റ് 1 മാസം കഴിയുമ്പോൾ
പുതിയ സർക്കാരിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധ വിഷയമായി വിഴിഞ്ഞം വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഒരു പൊതു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. അതായത് CPM സംസ്ഥാന നേതൃത്വം ഒരു പൊതു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിൽ നിന്ന് വിഭിന്നമായാണ് പാർട്ടിയുടെ തന്നെ മുൻ നേതൃനിരയിൽ മുൻപുണ്ടായിരുന്നവർ, അതായത് ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പദവി അലങ്കരിക്കുന്നവർ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ ആദ്യമായി ആ നിലപാടിനെ തള്ളി രംഗത്ത് വരുന്നു. അതായത് വിഴിഞ്ഞം വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് EP ജയരാജൻ പറയുകയാണ്. അത് സംസ്ഥാനത്തിന്റെ വികസനമാണ് പ്രധാനമായും, അതിന് അനാവശ്യമായ വിവാദങ്ങൾ വലിച്ചേക്കേണ്ട. അതായത് CPMലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും പ്രതിപക്ഷ പിണറായി വിജയനായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം, അദാനി ഡീൽ എന്ന അഴിമതി ആരോപണവും VD സതീശന്റെ മംഗലാപുര യാത്രയുമൊക്കെ വലിയ രീതിയിൽ പ്രതിപക്ഷം വിമർശനമായി ആരോപണമായി കൊണ്ടുവരുമ്പോഴാണ് അതിങ്ങനെ ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറും മുൻ മന്ത്രിയുമൊക്കെയായ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ EP ജയരാജന്റെ ഭാഗത്ത് നിന്ന്, അതായത് കണ്ണൂർ ഘടകം വ്യത്യസ്തമായി 2 തട്ടിലായി CPMന്റെ സംസ്ഥാന നേതൃത്വമായി നിൽക്കുന്നു എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ KK രാഗേഷ് ദിവ്യായ് സയ്യറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ പരസ്യമായി തള്ളി KK ശൈലജയും അതോടൊപ്പം EP ജയരാജനും ഒക്കെ രംഗത്ത് വന്നു. അതായത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു പുതുചേരി രൂപപ്പെട്ടു വരുന്നു എന്നതിന്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവായി തന്നെ ഈ നേതാക്കൾ പ്രതിപക്ഷം സ്വീകരിച്ച ഒരു പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്ത നിലപാടെടുത്ത് അത് പരസ്യമായി തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. CPMൽ കടുത്ത അതൃപ്തിയാണ് CPM സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് ഈ പരസ്യമായി ഒരു പ്രതികരണം CPM ഏറ്റെടുത്ത, പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത ഒരു വിഷയത്തിൽ ആ വിഷയത്തെ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തെ പിന്തുണയ്ക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അതിനെ തള്ളി പറയുക കൂടി ചെയ്യുകയാണ്. ദിവ്യയുടെ കാര്യത്തിലായാലും KK രാഗേഷ് വലിയ രീതിയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെ അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുത്, ഒരു സർക്കാർ വരുമ്പോൾ ഇത്തരത്തിലുള്ള പദവികൾ മാറ്റമുണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ് KK ശൈലജ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. ഇതൊക്കെ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെതിരെ തിരിയേണ്ട ഒരു പ്രധാന വിഷയത്തിൽ CPMലുള്ള ചേരിതിരിവുണ്ടാകുമ്പോൾ അത് ഇടതു മുന്നണിയിൽ വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. കാരണം വലിയൊരു നിലപാട് മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്, പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും സർക്കാരിനെതിരായുള്ള നിർണായക വിഷയങ്ങളിൽ പ്രതിരോധം, അതായത് സർക്കാരിനെതിരായ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ആക്രമണം നടത്തുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിൽക്കേണ്ട പാർട്ടിയിൽ തന്നെ അതിൻ്റെ നേതൃനിരയിൽ വ്യത്യസ്ത നിലപാട് വരികയും വിഭിന്നത മറനീക്കി പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോൾ ഇടതു മുന്നണിയിലും പ്രത്യേകിച്ച് CPIയിലേക്ക് തന്നെ വലിയ രീതിയിൽ അമർഷവും CPIക്കുള്ള വിയോജിപ്പും ഒക്കെ ഉണ്ട്. എന്തായാലും ഇടതു മുന്നണി യോഗം ചേരാൻ പോലും കഴിയാതെ CPI ഭിന്നതയും മറ്റു രീതിയിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ കടുത്ത വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നത്. ശ്രീജ, ശരി അൻഫിൽഡ്, എന്തായാലും വിഴിഞ്ഞ വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഭിന്നസ്വരങ്ങൾ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നു, ഒപ്പം തന്നെ മുന്നണിക്കും വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ വിവാദ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് ഇറക്കിയ വകുപ്പ് സെക്രട്ടറി K ബിജു ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കോടതിയലക്ഷ്യ കേസിൽ സിംഗിൾ ബെഞ്ച് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ AT അശ്വതി ഒരിക്കൽ കൂടി ചേരുകയാണ്. അശ്വതി, ഈ കോടതിയലക്ഷ്യ കേസാണ് ഹാജരാകുന്നത്, അതുകൊണ്ട് തന്നെ കോടതി ആ മാപ്പപേക്ഷ സ്വീകരിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്, അല്ലേ? തീർച്ചയായും K ബിജു IASന്റെ ഈ മാപ്പപേക്ഷ കോടതി ഏത് വിധത്തിലാണ് അത് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക എന്ന രീതിയിലാണ് കോടതിയുടെ നിർദ്ദേശം വന്നത്. എന്നാൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നു എന്നുള്ള ഒരു ഉത്തരവാണ് K ബിജു ഇറക്കിയത്. ഇതാണ് കോടതിയെ കഴിഞ്ഞ ദിവസം ചൊടിപ്പിച്ചത്. ഇത് കോടതി വലിയ രീതിയിലുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രൂക്ഷ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. തെറ്റായ വിവരമാണെന്നും കോടതിയെ പൊതുമധ്യത്തിൽ കരിവാരിത്തേക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നുമാണ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയത്. കോടതിയെ മുൻനിർത്തി ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഹൈക്കോടതി ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യം, അങ്ങനെയാണ് ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് എന്നതാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിലെ പ്രതികളാണോ ഉദ്യോഗസ്ഥരാണോ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് കോടതി തുറന്നടിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള
ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും ഈ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ കേസ് ഹൈക്കോടതിയിൽ കൂടുതൽ സങ്കീർണമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് അദ്ദേഹം ഹാജരാകണമെന്നാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹാജരാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാപ്പപേക്ഷയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി അശ്വതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ വിവാദ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയ വകുപ്പ് സെക്രട്ടറി കെ ബിജു ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. നമ്മൾ ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോവുകയാണ്. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് വിട നൽകി ഇറാൻ. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്കൊടുവിൽ ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ജന്മനാടായ ഇറാനിലെ മാഷദിലായിരുന്നു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യൻ സർക്കാരിനോടും ഔദ്യോഗിക പ്രതിനിധി സംഘത്തോടും രാഷ്ട്രീയ നേതാക്കളോടും ജനങ്ങളോടും ഇന്ത്യയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസി നന്ദി രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അതേസമയം അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ 8 മണിക്കൂറോളം വൈകിയതിൽ US-ന്റെ ആക്രമണങ്ങളുമായി ബന്ധമില്ല എന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ അലിപ്പൂർ മേഖലയിലെ കാർഡ്ബോർഡ് റോൾ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഇന്ന് പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. പോലീസും അഗ്നിശമന സേനയും നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം. 2 കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലഹരിയുടെ പിടിയിലകപ്പെട്ട് ജീവിതം കൈവിട്ടു പോയ നിരവധി ആളുകളുണ്ട് നമുക്ക് ചുറ്റും. കടന്നുപോയ ഇരുണ്ട കാലത്തെയും അതിൻ്റെ ദുരിതങ്ങളെയും പരസ്യപ്പെടുത്തി ലഹരി അരുത് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതി. തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ചില ജീവിത കഥകളിൽ ഒന്ന് ഇവരുടേതാണ്. ഞാൻ ക്ലീനിങ്ങിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ജോലിക്ക് വീട്ടുകാരായിട്ട് ബാറിൽ പോയിരിക്കുക. എന്നൊരു മോനുണ്ട്, കൊച്ചിനെ നോക്കില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായപ്പോൾ അമ്മ ഒരുപാട് വട്ടം ശ്രമിച്ചു. എന്നിട്ട് എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള ഇത് വന്നില്ല. എനിക്ക് ലഹരി ഇത് കിട്ടാത്ത എനിക്ക് പറ്റാതെ. ലഹരിയുടെ ലോകത്തേക്ക് പലരും എത്തുന്നത് സൗഹൃദങ്ങളിൽ നിന്നുമാണ്. തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഈ യുവതിയും ലഹരിക്കടിമയായത് സമാനമായ രീതിയിൽ. കൂട്ടുകാരായിട്ട് വലിച്ചു തുടങ്ങിയതാണ്. പിന്നെ അത് അധികമായി. കൂട്ടുകാരായിട്ട് അല്ലാതെ വീട്ടിലും വീടിനകത്തും അത് പുകയിലില്ലാതെ പറ്റാതായി. എനിക്ക് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ വെച്ച് കുടിച്ചും വലിച്ചൊക്കെ ബോധം ഇല്ലാതായി. ഇപ്പോഴത്തേക്ക് എന്നെ നോക്കാൻ ആരുമില്ല. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റണില്ല. ചികിത്സയിലൂടെ ജീവിതം വീണ്ടെടുക്കുകയാണ് ഇവർ. ആശുപത്രി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ആശുപത്രി കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പം കുഴപ്പമില്ല, ലഹരി ഉപയോഗിക്കണമെന്നില്ല. ഇപ്പം ഞാനായിട്ട് ഇരിക്കാൻ വീട്ടിൽ തന്നെ ആയാലും എനിക്ക് അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് ഇപ്പോൾ കൊച്ചിന് സ്കൂളിൽ വിടാനും ഒരുക്കാനൊക്കെ മറ്റേ അങ്ങനെയല്ല, ഞാനല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവനും എൻ്റെ അടുത്ത് തന്നെ കൂടുതൽ നേരം ഇരിക്കണത്. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി വിട്ടായിരുന്നു. എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ മനസ്സിലാക്കാൻ കുറേ കാര്യം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. തൂഫാൻ പോലുള്ള പരിപാടികൾ ഏറെ ഗുണകരമാണെന്നാണ് സ്വന്തം ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. എനിക്കും ഞാൻ പറഞ്ഞത് വളർന്നു വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ്. എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് ഉപയോഗിക്കരുത് നിങ്ങൾ. ലഹരിയുടെ പിടിയിലകപ്പെട്ട് ജീവിതം കൈവിട്ടു പോയവർ ചികിത്സയിലൂടെ ജീവിതം വീണ്ടെടുത്തു വരുന്നത് മനോഹരമായ കാഴ്ചയാണ്. കടന്നുപോയ ഇരുണ്ട കാലത്തെ അതിന്റെ ദുരിതങ്ങളെ അവർ പരസ്യപ്പെടുത്തുമ്പോൾ അത് ഒരു സന്ദേശമാവുകയും ചെയ്യും. ഇതൊരാളുടെ മാത്രം കഥയല്ല. ജീവിതത്തിന്റെ ചതുരംഗക്കളത്തിൽ വീഴുകയും വീഴ്ത്തപ്പെടുകയും ചെയ്ത നിരവധി ആളുകളുടെ പ്രതിനിധി മാത്രമാണ്. വീഴുക എന്നത് സ്വാഭാവികമാണ്. മറിച്ച് ആ വീഴ്ചയിൽ നിന്നും വീണ്ടും തിരിച്ചറിവോടുകൂടി എഴുന്നേൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. തൂഫാൻ പോലുള്ള പദ്ധതികൾ അത്തരത്തിൽ വീഴുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഇനിയുള്ളവരെ വീഴാതിരിക്കാനുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യം കൂടിയാണ്. ക്യാമറമാൻ ജോസിനൊപ്പം ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇവരുടെ ജീവിതകഥ പലർക്കും പ്രചോദനമാകട്ടെ.
ലഹരിക്കെതിരായ പോരാട്ടം നിയമ നടപടികളിൽ മാത്രം ഒതുക്കാതെ സംഗീതത്തിലൂടെ ജനങ്ങളിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കുകയാണ് കൊല്ലം സിറ്റി പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പുറത്തിറക്കിയ തൂഫാൻ ജ്വാല സംഗീത ആൽബം ഇതിനോടകം ശ്രദ്ധേയമായിരിക്കുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS മുന്നോട്ട് വച്ച ആശയം പോലീസ് സേനാംഗങ്ങൾ ചേർന്നാണ് സംഗീത ആൽബമാക്കി ആവിഷ്കരിച്ചത്. ACP രാജേഷിന്റെ വരികൾക്ക് ലഹരിക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ സന്ദേശം പകർന്ന ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ACP അനന്തലാലാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, അത് വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൂഫാൻ ജ്വാല എന്ന അതിമനോഹരമായ ഒരു ആൽബം നിർമ്മിക്കുകയുണ്ടായി. ഈ ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മൾ കാക്കിക്കുള്ളിലെ കലാഹൃദയങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ACP രാജേഷ് സാറും ACP അനന്തലാൽ സാറുമാണ്. ഇത് നമ്മുടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS അവറുകൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വനിതാ സംഗമം നമ്മൾ തൂഫാനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ സ്റ്റേറ്റ് വൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ വനിതകളെ, അവരെയാണ്, അമ്മമാരുമാണ് ഇതിൻ്റെ ബേസ്. അവരാണ് ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു സംഗമം വെച്ച് ഇത് വളരെ ഭംഗിയാക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു പാട്ട് നമുക്കിവിടെയും ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ എഴുതുന്നതാണെന്ന് അനന്തലാലിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നോട് തന്നെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പാട്ട് സെറ്റ് ചെയ്യേണ്ട മാഡത്തിനോട് പറഞ്ഞു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആൽബത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. രാജേഷ് സാറിൻ്റെ വരികൾ, അനന്തലാൽ സാറിൻ്റെ സംവിധാനം, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ആശയം പൂർണ്ണമായത് അല്ലേ? തീർച്ചയായിട്ടും അത് വനിതാ സംഗമം എന്നുള്ള ഒരു സബ്ജക്റ്റാണ് മാഡം സാറിനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സാറാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മാഡം ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ സാറ് ഈ ഒരു സബ്ജക്റ്റ് കൊടുത്തിരുന്നു, ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, കുട്ടികളാണതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, വനിതകളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയത്തിൽ നിന്നാണ് സാറി വരികൾ വരുന്നത്. ഞങ്ങളുടെ കൊല്ലത്തെ പോലീസ് സേനാംഗങ്ങൾക്കൊരു വെറൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. അവർ ഭയങ്കര ഹാപ്പി. ആദ്യം ഈ ഒരു കൺസെപ്റ്റ് അനന്തലാൽ എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരതിൽ ഇൻവോൾവ് ആയി ഔട്ട്പുട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ കൊല്ലത്തൊരു ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനം ചെയ്തതായിട്ട് അവർ ഞങ്ങളോട് ഭയങ്കര സന്തോഷം. പോലീസിന് ഇതിലുപരി, ഡ്യൂട്ടിക്ക് ഉപരിയായിട്ട് ഒരു റിലാക്സേഷൻ കൂടി ഇവിടുത്തെ എല്ലാ സേനാംഗങ്ങൾക്കും അതിൽ അഭിനയിച്ചവർക്കും കിട്ടി. അവർ നാച്ചുറലായിട്ട് അഭിനയിക്കായിരുന്നു അല്ലേ അനന്തലാൽ? ആ രീതിയിൽ ആദ്യത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്കൂളിലുള്ള ഒരു വനിത, കാര്യം വനിതകളാണിത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ നല്ലത് വേണം. നമ്മൾ ആരും കാസ്റ്റ് ചെയ്തില്ല, എല്ലാം വനിതകൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വനിതാ ഒരു SI ആണ് ഇത് കോർഡിനേറ്റ് ആയിട്ട് നിന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ എല്ലാവർക്കും ഒരു മടിയായിരുന്നു. അപ്പോൾ അവിടെ വളരെ ഷോർട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ്, ഇതിൻ്റെ ഒരു ബോട്ടിൽ ക്ലൈമാക്സിൽ വരുന്നത്, സാറൊക്കെ വില്ലനായിട്ട് വരുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത്, അത് മുംബൈയിൽ ആണ് ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ആ രീതിയിലാണ് കാണിക്കുന്നത്. ഒരു 10-30ഓളം വനിതകളാണ് ആ ഒരു സീൻ ചെയ്യാൻ വേണ്ടി വന്നത്. സംവിധായകൻ എന്ത് പറയുന്നു അതാണ്, അതവരെ കാസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതിലുപരി പിന്നെ നേരത്തെയുള്ള കുഞ്ഞു എക്സ്പീരിയൻസ്, ചെറിയ ഷോർട്ട് ഫിലിമുകളിലും ചെറിയ ഫിലിമിലും സലിംകുമാറിൻ്റെ 1-2 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് എന്നേലും വലിയൊരു നടനാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ, ആ സിനിമകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ പണി എന്ന് പറയുന്ന ജോജു ജോർജിൻ്റെ മൂവിൽ ആദ്യം മുതൽ അവസാനം വരെ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സുമതി വളവ്, അതുപോലെ തന്നെ 10ാം വളവ്, കിങ് ഓഫ് കൊത്ത, സൗദി വെള്ളയ്ക്ക, CBI 5, സല്യൂട്ട്, ആടുത്രി, അങ്ങനെയുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന നല്ല മൂവികളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ തലകാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ക്യാമറ വർക്ക് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.
തീർച്ചയായും വളരെയധികം സന്തോഷം. ഇത്തരം ആശയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഈ ആശയങ്ങളിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നല്ല കേരളത്തെ, നമ്മുടെ കൊച്ചു കേരളത്തെ ഒരുപാട് നല്ല നിലയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. ഇനിയും പുതിയ പുതിയ ആശയങ്ങളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ വീണ്ടും വരട്ടെ. എല്ലാവിധ ആശംസകളും. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കുന്നു. തകരാറിലായ റെയിൽ ഗതാഗതം പക്ഷേ സാധാരണ നിലയിലാകാൻ കുറച്ച് വൈകും. പല ട്രെയിനുകളും വൈകുന്നു എന്നാണ് അറിവ്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ പറഞ്ഞതുപോലെ ട്രെയിനുകൾ എങ്ങനെയാണ്, ഏതൊക്കെ ട്രെയിനുകളാണ് വൈകുന്നത്? ആളുകളെ സംബന്ധിച്ച് ആ ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനമാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും ശ്രീജ, ഇന്നലെ മുതൽ ട്രെയിനുകളെല്ലാം വഴിതിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് ഇപ്പോൾ നിലവിൽ 4-ാം പ്ലാറ്റ്ഫോമും 1-ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ട്രെയിനുകൾ പോകുന്നത്. മറ്റു ട്രെയിനുകളെല്ലാം കല്ലായി വെച്ച് നിർത്തി അവിടെ നിന്ന് വഴിതിരിച്ചു വിടുകയും വെസ്റ്റിയിൽ നിർത്തുകയും അവിടെ നിന്നും വഴിതിരിച്ചു വിടുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ക്ലോക്ക് ടവർ വീണിരിക്കുന്ന ആ ഒരു പകുതി ഭാഗം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി പൊളിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി വടം ഉപയോഗിച്ച് ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പണി ഇവിടുന്ന് തുടരുകയാണ്. നമുക്ക് വിഷ്വലിൽ കാണാം. ഇപ്പോൾ നിലവിൽ തന്നെ ഇത് പൊളിച്ചു മാറ്റൽ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് തന്നെ വടം കെട്ടി ആൾക്കാരോട് മാറി നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം JCB ഉപയോഗിച്ച് ഈ മേഖലയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഈ ജോലിക്ക് അവിടെ എത്തിയിരിക്കുന്നത്. ഇത് സുരക്ഷാ ക്രമീകരണ ഭാഗമായി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള 1-ാം പ്ലാറ്റ്ഫോമിലും 4-ാം പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ട്രെയിനുകൾ ഇപ്പോൾ കടന്നു പോകുന്നിരിക്കുന്നത്. ഈ പണി ഇന്ന് മൊത്തം ഇത് തുടരുമെന്നാണ് നിലവിൽ റെയിൽവേ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 11:10 ഈ ടവർ പൊളിഞ്ഞു വീണിരുന്നത്. ഈ സമയത്ത് ആളുകളില്ലാത്തതിനെ കൊണ്ട് മാത്രമാണ് ദുരന്തം ഒഴിവായത്. നേരത്തെ ഇത് പൊളിച്ചു മാറ്റാൻ എന്നായിരുന്നു അധികൃതരുടെ വാദം. എങ്കിൽ പോലും ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ഇന്നലെ തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മോട് പ്രതികരിച്ചിരുന്നത്. ഇന്നിപ്പോൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളുമോടെ ഇത് പൊളിച്ചു നീക്കൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ട്രെയിനുകൾ നിരവധി വൈകുമെന്നും അതുപോലെ തന്നെ വഴി തിരിച്ചു വിടുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ വിവരം. അതുപോലെ തന്നെ നിരവധി ട്രെയിനുകൾ റെയിൽവേ നമുക്ക് ലിസ്റ്റ് തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ട്രെയിനുകൾ വൈകാനും സാധ്യതയുണ്ടെന്നാണ് നിലവിൽ അറിയുന്ന വിവരം. ശരി രേഷ്മ, എന്തായാലും കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പൊളിച്ചു നീക്കാൻ അവിടെ ശ്രമം നടക്കുകയാണ്. പക്ഷേ ട്രെയിൻ പലതും വൈകും, അതുകൊണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക. കരൂർ ദുരന്തബാധിത കുടുംബങ്ങളെ നേരിൽ കാണാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇന്ന് കരൂരിലെത്തും. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിക്കും. സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നിർവഹിക്കും. സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. ഈ നീക്കത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ മനിതനീയ ജനനായക കക്ഷി ഫയൽ ചെയ്ത പൊതു താൽപര്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കരൂർ സന്ദർശനം തടയണമെന്നാവശ്യപ്പെട്ട് DMK സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു. മുഖ്യമന്ത്രി കരൂരിലേക്ക് പോകുന്നതും ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതും അന്വേഷണത്തെ ബാധിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കരൂരിലെ TVK റാലിക്കിടെയുണ്ട തിക്കിലും തിരക്കിലും പെട്ട കുട്ടികളടക്കം 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാസർഗോഡ് ചെറുവത്തൂരിൽ കിഴക്കേമുറിപ്പാലം അപകടാവസ്ഥയിലായി വർഷങ്ങളാകുന്നു. തേജസ്വിനി പുഴയ്ക്ക് കുറുകെയുള്ള കോൺക്രീറ്റ് നടപ്പാലം തകർച്ചയെ തുടർന്ന് അടച്ചിട്ടതോടെ 100 കണക്കിന് കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിലാണ്. പുഴയ്ക്ക് കുറുകെ റോഡ് പാലം പണിയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേമുറി പുറത്തേമാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് നടപ്പാലം തകർച്ച നേരിട്ടിട്ട് 5 വർഷത്തോളമായി. തേജസ്വിനി പുഴക്കു കുറുകെ 2008 പണിത പാലം പൂർണ്ണമായും തകർന്ന നിലയിലായതോടെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പാലം അടച്ചിടുകയായിരുന്നു. ഇതോടെ പുഴയുടെ ഇരുകരകളിലായി താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുരിതം സഹിക്കുകയാണ്. പഞ്ചായത്താറെല്ലാം വന്നു, അവരെല്ലാം നോക്കിയിട്ടെല്ലാം 2-3 പ്രാവശ്യം അവർ നോക്കിയിട്ട് പോയി. അവർ പറഞ്ഞു നോക്കാന്നെല്ലാം പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നുമില്ല.
കിഴക്കേമുറി പ്രദേശത്തുള്ളവർക്ക് പാലം കടന്നു വേണം നീലേശ്വര നഗരസഭയിലേക്കും കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും പോകുവാൻ. അതുപോലെ പുറത്തേമാട് പ്രദേശത്തെ കുടുംബങ്ങൾ കോൺക്രീറ്റ് നടപ്പാലം കടന്നു വന്നാണ് ചെറുവത്തൂർ, കാരി, മയിച്ച പ്രദേശങ്ങളിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് പാലം അടച്ചതോടെ ഏറെ ദൂരം സഞ്ചരിച്ചാണ് ഇരു കരകളിലുമുള്ള കുടുംബങ്ങളുടെ യാത്ര. ഇവിടെ തകർച്ചയിലായ പാലം പൊളിച്ചു നീക്കി റോഡ് പാലം പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നീലേശ്വരം വഴി എത്താൻ ഏറ്റവും എളുപ്പം ഈ പാലത്തിലൂടെയാണ്. അത് മയിച്ച, കാരി, പള്ളിക്കണ്ടം എന്നീ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ളത്. തൂണുകളുടെ ബലക്ഷയം കാരണം സ്ലാബുകൾ വലിയ രീതിയിൽ തകർന്ന് ദ്വാരമുണ്ടായ പാലം അടച്ചിട്ടിട്ടും ഇതിലൂടെ ആളുകൾ ചില സമയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഇത് അപകടത്തിനിടയാക്കുന്ന സാഹചര്യമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വളരെ അപകടത്തിലായില്ലേ. എന്നിരുന്നാലും ആൾക്കാർ ഇതിലേ വരുന്നുണ്ട്. ഇതിലെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾക്കെല്ലാം ഭയങ്കര പേടിയാണ്. ഏത് സമയത്ത് ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പാലം ഇത് പണിത് തരണമെന്ന് എനിക്ക് പറയാനില്ല. പാലമടച്ചതോടെ പുറത്തേമാട് പ്രവർത്തിക്കുന്ന UP സ്കൂളിലേക്ക് ഏറെ ദൂരം സഞ്ചരിച്ച് വേണം കുട്ടികളെ കൊണ്ടുവിടാൻ. പുറത്തേമാട് ഭാഗത്ത് തൂണുകൾ ഇളകി പുഴയിലേക്ക് താഴ്ന്നു നിൽക്കുകയാണ്. കാലവർഷത്തിൽ പുഴയിലെ ഒഴുക്ക് ശക്തമായാൽ ഏത് സമയവും തൂണുകൾ നിലംപതിക്കും. ഇത് പുഴയുടെ ഒഴുക്കിനെ അടക്കം സാരമായി ബാധിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. ൻകുഴി പ്രദേശത്തെ ജനങ്ങൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീടുകളെ അഭയം പ്രാപിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. കൊച്ചി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർക്ക് വീടുകൾ വിട്ടുപോകേണ്ടി വന്നത്. കിടപ്പ് രോഗികൾ അടക്കമുള്ള കുടുംബങ്ങൾ ഇപ്പോൾ വാടക വീടുകളിൽ വാടക നൽകാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇവർ ആദ്യം താമസിച്ചിരുന്ന സ്ഥലം വാസയോഗ്യമല്ലാത്തതിനാൽ ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. 2025 ജൂലൈ 8 വൈകുന്നേരമാണ് അയ്യൻകുഴിക്ക് സമീപമുള്ള BPCL റിഫൈനറിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് വിഷപ്പുക നിറയുകയും ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇവിടെയുള്ള 45ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നത്. ആദ്യം ഇവർക്ക് 5 മാസത്തെ വീട്ടുവാടക BPCL അധികൃതർ നൽകിയിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ കമ്പനി വാടക നൽകാതായതോടെ കുടുംബങ്ങൾ ദുരിതത്തിലായി. സ്വന്തമായിട്ടുള്ള വീട് ഇപ്പോൾ വാടക വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം കാലമായി. 5 മാസത്തെ വാടക എന്നിട്ട് റിഫൈനറി ഞങ്ങളെ അവോയ്ഡ് ചെയ്യാണ്. ഞങ്ങൾക്ക് 5 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്ത് അവർ കൃത്യമായ രീതിയിൽ മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം എടുക്കാമെന്നുള്ള രീതിയിൽ കളക്ടറുടെ ചേംബറിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് വാക്ക് തന്നിരുന്നതാണ്. എന്നിട്ട് അത് ഇപ്പോൾ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും നമ്മളെ ഒഴിവാക്കും. അടുത്ത മാസം നമ്മുടെ എഗ്രിമെൻറ്റ് പുതുക്കണേ. 1 വർഷമായല്ലോ. അടുത്ത മാസം എഗ്രിമെൻറ്റ് പുതുക്കുമ്പോൾ ഇപ്പോൾ ആ വീട് വിൽക്കാനിട്ടേക്കുക. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ ഇപ്പോൾ ഡെയിലി ആളാണ് വന്ന് കയറണം. 2 അമ്മമാരുണ്ട്, കുഞ്ഞു മോനുണ്ട്, ഭർത്താവ്. ഞങ്ങൾ ഒരാളാ ജോലിക്ക് പോകണം. അയാളുടെ വരുമാനത്തിലായി എല്ലാ ചെലവുകളും നടക്കണം. അയ്യൻകുഴി പ്രദേശം മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനകളിൽ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ ഇവർക്കാവില്ല. അയ്യൻകുഴിയിലുള്ള ഇവരുടെ വീടും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിക്കായി ഈ സ്ഥലം ഏറ്റെടുക്കാമെന്ന് കഴിഞ്ഞ സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. സ്ഥലമെടുപ്പിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു. പുതിയ സർക്കാർ സ്ഥലമെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി നഷ്ടപരിഹാരം അനുവദിച്ചു നൽകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ സർക്കാർ ഒരു തീരുമാനം എടുത്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ KSWMP എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ പ്രോജക്റ്റുമായിട്ട് ഞങ്ങളുടെ ഏകദേശം ഇപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് ടോപ്പ് സർവേ കഴിഞ്ഞ് ഞങ്ങളുടെ പേപ്പറുകൾ ഒരു 100% എല്ലാം സർക്കാരിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ താമസിക്കുന്ന വീടുകൾക്ക് വാടക നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. വൃദ്ധരും കിടപ്പ് രോഗികളും അടക്കമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. 1 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഇവരുടെ വീടുകൾ കാട് കയറി നശിക്കുകയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ പൊട്ടിത്തെറിക്ക് മുൻപ് തന്നെ ഈ പ്രദേശം മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും കണ്ടെത്തിയിരുന്നതാണ്. സ്വന്തമായി വീടും പുരയിടവുമുള്ളവരാണ് ഇന്ന് അഭയാർത്ഥികളെ പോലെ അലയേണ്ടി വരുന്നത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണികൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം?
ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുമോ? കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ഒരു വിൽപ്പനയിൽ നിന്നും ഇന്നലെ വിപണിയിൽ ഒരു കരകയറ്റം ഉണ്ടായി. വലിയ രീതിയിൽ നേട്ടം തുടങ്ങിയെങ്കിൽ കൂടിയും ആ നേട്ടത്തിൻ്റെ തിളക്കം അവസാനിച്ചുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നേരിയ നേട്ടം മാത്രമായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ വിപണിയെ സ്വാധീനിച്ചേക്കും. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ വീണ്ടും രൂപപ്പെട്ടിട്ടുള്ള സംഘർഷാവസ്ഥ വിപണിയുടെ നീക്കത്തെ സാരമായി തന്നെ ബാധിച്ചേക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. 2 ദിവസം അവർ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. എന്നാൽ ഇന്നലെ വിപണിയിൽ വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ തോത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് വിപണിയെ സംബന്ധിച്ചൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ചെറുകിട നിക്ഷേപകരാണ് വിപണിയുടെ ഈ ഉയർന്ന നിലവാരത്തിൽ വിപണിയിൽ വിൽപ്പന തുടരുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് വിപണിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ തന്നെ വിപണിയിൽ ഇടപെടുന്നുമുണ്ട്. അവരുടെ നിക്ഷേപമാണ് ഒരു പരിധിവരെ വിപണിയെ വീഴ്ചയിൽ നിന്നും ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നതും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി 24,200 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് തുടർച്ചയായി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് തുടർച്ചയായി നീങ്ങും എന്നുള്ള പ്രതീക്ഷയുള്ളൂ. അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത് 23,800 തന്നെയാണ്. 23,800 അടുത്തേക്ക് ഇന്നലെ വ്യാപാരം എത്തുകയും ചെയ്തിരുന്നു. നന്ദി ശ്രീദിലെ. പാചകവാതകത്തിന് എത്ര വില കൂടിയാലും അതൊന്നും ഇടുക്കി കോവിൽമലയിലെ അമ്മിണിയമ്മയുടെ ചായക്കടയെ ബാധിക്കില്ല. ഇവിടെ ഇപ്പോഴും വിറകടുപ്പിലാണ് പാചകം. പഴമയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ എത്തി ഒരു ചായ കുടിക്കണം. നല്ല സ്ട്രോങ് ചായ, ബോണ്ട, ഉള്ളിവട, ഇതൊക്കെയാണ് ഈ നാടൻ ചായക്കടയുടെ പ്രത്യേകത. ഇതാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല പാമ്പാടിക്കുഴിയിലുള്ള അമ്മിണിയമ്മയുടെ ചായക്കട. 30 വർഷം മുമ്പ് തുടങ്ങിയ ചായക്കടയ്ക്ക് ഇന്നും കാര്യമായ മാറ്റമൊന്നുമില്ല. വിറകടുപ്പിലുണ്ടാക്കുന്ന നല്ല നാടൻ ചായയാണ് പ്രധാനം. ഗ്യാസൊന്നും വേണ്ട, ഇതൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഗ്യാസ് മേടിച്ച മുതലാകിയല്ല. വിറകൊണ്ട് ഇഷ്ടം പോലെ, അങ്ങനെ പ്രത്യേകിച്ച് പോകുന്നു. ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടം. അതാ ഇഷ്ടം. ഗ്യാസ് ആകുമ്പോൾ രുചി കുറവാണെന്നാണ് പറയുന്നത് ഗ്യാസിൻ്റെ ചായക്ക്. ഭർത്താവ് മരിച്ച ശേഷം 6 മാസത്തോളം കടയടച്ചു. പിന്നീട് വീണ്ടും തുറന്നപ്പോഴും കടയ്ക്ക് മാറ്റമൊന്നും വരുത്തിയില്ല. ചായയ്ക്കൊപ്പം ബോണ്ടയും ഉള്ളിവടയുമാണ് പ്രധാന വിഭവങ്ങൾ. ഇവിടെ ഇപ്പോൾ പലകാരം ചെറിയ തോതിലുള്ളതൊക്കെ ഉള്ളൂ. ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് അവന്മാർ സമ്മതിക്കല്ലോ. പിള്ളേർ ഒത്തിരി പണി ചെയ്യല്ലേ, പണിയല്ലേ. അത് കാരണം ഇത് 2 കൂട്ടം ഇടും. നാടൻ ചായക്കടകൾ ഇന്ന് അപൂർവ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഹ്രസ്വചിത്രങ്ങളുടെയും പരസ്യ ചിത്രങ്ങളുടെയും ഒക്കെ ഷൂട്ടിങ്ങിനായി പലരും ഇവിടെ എത്താറുണ്ട്. നേരത്തെ എല്ലാവരും വരുമായിരുന്നു ഷൂട്ടിങ്ങാരൊക്കെ. ഇനി ഇടയ്ക്കത് നിന്ന് പോയല്ലോ, അങ്ങനെ ആയപ്പോൾ പിന്നെ ആൾക്കാർ ഇല്ലായിരിക്കുമെന്നോർത്ത് വരുന്നു. കൂറ്റൻ മരത്തിന്റെ തണലിൽ ഈ നാടൻ ചായക്കടയും അമ്മിണിയമ്മയും. ഇവരും ഇവിടെ എത്തി ചായ കുടിച്ചു മടങ്ങുന്നവരും ഒരുപോലെ സംതൃപ്തരാണ്. ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ അഴീക്കോട് ജനവാസ മേഖലയിൽ ജലസ്രോതസ്സുകൾ നികത്താനും ദേശീയപാതയുടെ നിർമ്മാണത്തിനും ഉപയോഗിച്ച മണ്ണിൽ വൻതോതിൽ ഘനലോഹ മാലിന്യം കലർന്നതായി കണ്ടെത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മാലിന്യങ്ങൾ കലർന്ന മണ്ണ് ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എടയാർ വ്യവസായ മേഖലയിൽ പൂട്ടിപ്പോയ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യമാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ വ്യാപകമായി ഉപയോഗിച്ചതെന്നാണ് പരാതി. നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പരാതിയെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് മണ്ണിന്റെ സാമ്പിൾ പരിശോധിച്ചിരുന്നു. മണ്ണിൽ ക്രോമിയം, ലെഡ്, കോപ്പർ, ആർസനിക് തുടങ്ങിയ മാരക ലോഹങ്ങളുടെ സാന്നിധ്യം സാധാരണ അളവിനേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിൽ നശിക്കാതെ നൂറ്റാണ്ടുകളോളം കിടക്കുന്ന ഈ ഖരമാലിന്യം കടുത്ത ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങി കിണറുകളിലും പുഴയിലും കലരുന്നതോടെ പ്രദേശത്തെ ഭൂഗർഭജലം 30 വർഷത്തോളം ഉപയോഗശൂന്യമാകും. കൃഷിയെയും മത്സ്യസമ്പത്തിനെയും പൂർണ്ണമായി നശിപ്പിക്കാൻ ഘനലോഹമാലിന്യം വഴിവെക്കുമെന്നാണ് ആശങ്ക. ക്യാൻസർ സാധ്യത, തൊലിപ്പുറത്തെ അലർജി, വ്രണങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ക്രോമിയം വഴിവെച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. മാലിന്യം കലർന്ന മണ്ണ് ഉടനെ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ത്യക്കെതിരായി T20 പരമ്പര ഇംഗ്ലണ്ടിന്. 4ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ 13.5 ഓവറിൽ ഇംഗ്ലണ്ട് ലക്ഷ്യം കണ്ടു. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.